നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 463 463. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്ലോകം 31. ഏതിലെ? പഞ്ചമസ്കന്ധത്തിൽ 5-ാം അധ്യായത്തിൽ. ശ്രീമദ് ഭാഗവതം മൂലം പഞ്ചമസ്കന്ധത്തിൽ 5-ാം അധ്യായത്തിൽ ശ്ലോകം 31. അതിസുകുമാര കരചരണ ഉരസ്ഥല വിപുല ബാഹു സംഗളവദനാദ്യാവയ വിന്യാസ പ്രകൃതി സുന്ദര സ്വഭാവ ഹാസസുമുഖോ നവനളിനദളായമാന ശിശിരതാരാ അരുണ ആയത നയനരുചിര സദൃശ സുഭഗ കപോല കർണകണ്ഠനാസോ വിഗൂഢസ്മിതവദനാം മഹോത്സവേന പുരവനിതാനാം മനസി കുസുമശരാസനം ഉപദദാന പരാവലംബമാന കുടില ജഡിലക പിശകേശ ഭൂരിഭാരോ അവധൂതമലിന നിജശരീരേണ ഗ്രഹഗൃഹീത ഇവാദൃശ്യത. ഇതാണ് ശ്ലോകം. ഈ ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആ മഹാത്മാവിൻ്റെ കൈകൾ, കാലുകൾ, മാറിടം, തടിച്ചുരുണ്ട് നീണ്ടിരിക്കുന്ന കൈത്തണ്ടകൾ, കഴുത്ത്, തോളുകൾ, മുഖം മുതലായ അവയവങ്ങളുടെ സംഘടന, അതായത് ഘടനാരൂപം അത്യന്തം സുകുമാരമായിരുന്നു എന്ന് പറഞ്ഞാൽ, സുകുമാരൻ എന്ന് പറഞ്ഞാൽ ശൗശീലമുള്ളതും കാണാൻ ഇമ്പമുള്ളതും എന്നർത്ഥം പറയാം. പ്രകൃത്യാ സുന്ദരമായ മുഖത്തിൽ സ്ഫുരിച്ചു കാണുന്ന മന്ദഹാസം നിമിത്തം മുഖകാന്തി ഇരുട്ടിച്ചിരിക്കുന്നു. പുതിയ ചന്താമരദളം പോലെ ശീതളവും അരുണനിറവും വികാസവുമുള്ള നേത്രങ്ങളാൽ മനോഹരനായിരുന്നു. കവിൾത്തടങ്ങൾ, കാതുകൾ, കണ്ഠദേശം, നാസിക എന്നിവ ഒന്നോടൊന്ന് തുല്യമായും ന്യൂനാധിക്യങ്ങളില്ലാതെയും, അതായത് കുറവുകളില്ലാത്തതെന്നർത്ഥം, ഭംഗി കൂടിയിട്ടുള്ളത്, ശോഭയേറിയവയുമായിരുന്നതിനാൽ ആ അവയവങ്ങളോടുകൂടിയ ആ സുന്ദരമൂർത്തിയെ കാണുന്ന പുരസ്ത്രീകളുടെ ഹൃദയത്തിൽ മന്മഥബാണം പ്രവേശിച്ചിരുന്നു. കാമാതുരകളായി എന്നർത്ഥം. പുറമേ സുസ്പഷ്ടം പ്രകാശിക്കാതെ ഒളിമിന്നലെന്ന പോലെ വ്യാപിച്ചിരുന്ന മന്ദഹാസാമൃതവ്യാപ്തിയാൽ പ്രകാശിക്കുന്ന മുഖം തന്നെ കാണുന്നവർക്ക് മഹോത്സവ ജനകമായിരുന്നു. ഇപ്രകാരമുള്ള സൗന്ദര്യ സ്വരൂപത്തിൽ കപിശ നിറമുള്ള ജടകൾ 4 ഭാഗത്തും ചിതറിക്കിടക്കുകയും ശരീരത്തിൽ ചളി പുരണ്ടിരിക്കുകയും ചെയ്തിരുന്നതിനാൽ പിശാചിൻ്റെ ബാധനിമിഷം ബുദ്ധിഭ്രംശം ബാധിച്ചിരുന്നുവോ എന്ന് തോന്നുമാറ് അവിടവിടെ ജനങ്ങളാൽ കാണപ്പെട്ടു. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ആഖ്യാനം നമ്മുടെ മനസ്സിനെ ചിന്തിക്കാൻ വിടുന്നതാണ്. ഇക്കിളിപ്പെടുത്തുന്നതായിരിക്കരുത്. ഇക്കിളിപ്പെടുത്തുന്നതോടുകൂടി അത് ലൗകികത്തിലുള്ളൂ. ഇക്കിളിപ്പെടുത്തൽ ആധ്യാത്മികത്തിലെ പുളകം കൊള്ളലാണ്. അത് ഈശ്വരീയമാണ്. പറഞ്ഞ ശൈലി. ഇനി 32-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. യർഹി വാവ സ ഭഗവാൻ ലോകം ഇമം യോഗസ്യ അദ്ധാപ്രദീപം ഇവ അചക്ഷാണം സ്തത്പ്രതിക്രിയാ കർമ്മ ബീഭത്സിതം ഇതി വ്രതം
അജഗരം ആസ്ഥിതാ ശയന ഏവ അശ്നാദി ബിബതി ഘാതത്യവം ഏഹതി ഹദതി സ്മ ചേഷ്ടമാന ഉച്ചരിത ആദിഗ്ധോദ്ദേശ. ഇതാണ് ശ്ലോകം. ആ ജ്ഞാനസ്വരൂപൻ ഈ ലോകത്തെ യോഗത്തിൻ്റെ ശരിയായ പ്രതിബിംബമായിട്ട് കാണുന്നവനും അതിൻ്റെ പ്രതിക്രിയ കാരണം ഭയങ്കരമാണെന്നും കരുതിയിട്ട് അജഗര സംബന്ധിയായ വ്രതത്തെ, എന്താ അജഗരം എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കണം, മലമ്പാമ്പ് എന്നർത്ഥം. ഈ മലമ്പാമ്പിന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനോ ഓടി മറയാനോ ഓടി ആഹാരം തേടാനോ പറ്റില്ല. അത് മോഹാലസ്യം പോലെ ഇങ്ങനെ കിടക്കും. അതിൻ്റെ അടുത്ത് വന്നാൽ അതിനെ വരിഞ്ഞു മുറുക്കി കൊല്ലും, എന്നിട്ട് മെല്ലെ തിന്നും. അങ്ങനെ സാധാരണ ഈ മൂർഖന്മാരൊക്കെ കാണിക്കുന്ന കൂട്ടത്തിൽ നേരെ വിഴുങ്ങാൻ സാധിക്കില്ല. അവർക്ക് മെല്ലെ വിഴുങ്ങുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അജഗരവൃത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ആഹാരത്തിന് വേണ്ടി അലയരുത് എന്നാണ് പറയാം. എന്താ അങ്ങനെ പറയാൻ കാരണം? ആഹാരം എന്തിനാ ഉപകരിക്കുള്ളൂ? ശരീരം വളർത്താൻ. പക്ഷേ ആത്മീയ നിർവൃതിക്ക് എന്തേ പറ്റുള്ളൂ? ഈശ്വരനാമം ചൊല്ലുക എന്ന് മാത്രമേ പറ്റുള്ളൂ. അതും അർത്ഥം പറഞ്ഞ് ചെല്ലണം. മനസ്സിലായില്ലേ? അതാണ് അജഗര സംബന്ധിയായ വ്രതത്തെ സ്വീകരിച്ച് കിടക്കുന്നവനായിട്ട് തന്നെ ഭക്ഷിക്കുന്നു. കിടന്ന് തന്നെ ഭക്ഷിച്ചു എന്നർത്ഥം. വയ്യാത്തോട്ടാവാം. എന്നിട്ടോ വ്രതത്തെ സ്വീകരിച്ചു, കിടക്കുന്നവനായിട്ട് തന്നെ ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു, തിന്നുന്നു, മൂത്രം വിസർജിക്കുന്നു, മലം വിസർജിക്കുന്നു, മലമൂത്രത്തിൽ വ്യാപരിക്കുന്നവനായിട്ട്. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ പണ്ടത്തെ കാലത്ത് ഈ പാഡ് സിസ്റ്റമൊക്കെ വരണതിൻ്റെ മുമ്പ് കുറേയൊക്കെ മലമൂത്രത്തിൽ കിടന്ന് കളിച്ചിട്ടുണ്ടാവും കുട്ടികൾ. ദർ ഈസ് നോ അതർ വേ. പ്രശ്നമില്ലേ? അപ്പോൾ അത് വയസ്സുകാലത്തും അതെ. ആതുര ശുശ്രൂഷകൾ ചെയ്യാൻ മടിക്കുന്ന മക്കളായാൽ അച്ഛനമ്മയ്ക്ക് മലമൂത്രത്തിൽ കടന്ന് നീന്തി നിവർത്തിയുള്ളൂ. ആദിഗ്ധോദ്ദേശ എന്ന് പറഞ്ഞാൽ ദേഹാവയവങ്ങളിൽ പറ്റിയ മലമൂത്രങ്ങളോട് കൂടിയവനുമായിരുന്നു എന്ന് പറഞ്ഞു. എന്തിനാ ഇത് 6, 8, 10, 12 വയസ്സിൽ പഠിക്കണമെന്ന് പറഞ്ഞത്? തൻ്റെ സ്വന്തം അച്ഛനമ്മമാരെ ഇൻലോസിനെ അങ്ങനെ ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് നമ്മൾ തള്ളിയിടാൻ പാടില്ല എന്നാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അത് എത്ര ആൾക്ക് മനസ്സിലാവും? അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥമുണ്ട്. എന്താ? ഇങ്ങനെ സർവത്ര സഞ്ചരിച്ചതിൽ നിന്നും ദുർജനങ്ങൾ ഏൽപ്പിക്കുന്ന ഉപദ്രവങ്ങളിൽ നിന്നും ജ്ഞാനമൂർത്തിയായ ഋഷഭദേവൻ ഈ ലോകം യോഗചര്യയെ നിർവഹിക്കുന്നതിൽ സത്യമായിട്ടും വിരോധിയാണെന്നും അന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം. ലോകരെല്ലാം ശരിയല്ല എന്ന് അന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ചെയ്യുന്ന ഉപദ്രവങ്ങൾക്ക് പകരം അവരിൽ ഉപദ്രവം ഏൽപ്പിക്കുന്നത് യോഗമഹിമയ്ക്ക് ഉചിതമല്ലെന്നും. ഇപ്പോൾ ഗുരുവായൂരിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ക്യൂ നിന്നും തൊഴാറുണ്ട്. ചിലവർക്ക് ഈശ്വരൻ ആരാണ് എന്നറിയണില്ല, അവരും രക്ഷപ്പെടുന്നില്ല. പിന്നെ വേറെ ചിലവരുണ്ട് ഈശ്വരൻ ആരാന്നൊക്കെ അറിയാം, പക്ഷേ സഹജീവികളെ ഉപദ്രവിക്കുന്നവണ് അവരെ. പലിശ വാങ്ങിയിട്ടും മുതൽ വാങ്ങി തിരിച്ചു കൊടുക്കാഞ്ഞിട്ടും പലിശപ്പണം കഴിഞ്ഞാലും മുതൽ കൊടുക്കില്ല. അങ്ങനെ അപ്പോൾ എന്താ? ഈ ചെയ്ത ഗുണമൊക്കെ പോയി. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. തനിക്ക് കുറ്റം ചെയ്തവരെ അങ്ങോട്ട് കുറ്റം ചെയ്യാൻ പാടില്ല. അത് എന്താ പറയുക, അതിന് ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കേണ്ടതൊക്കെ ചോദിക്കും. മോശമാണ്, ചെയ്യരുത്. എന്നാൽ പിന്നെ എന്താ അവരും നമ്മളെന്താ ബന്ധം? പിന്നെ പ്രമോശയാണ്. അപ്പോൾ പകരം അവരിൽ ഉപദ്രവം ഏൽപ്പിക്കുന്നത് യോഗമഹിമയ്ക്ക് ഉചിതമല്ലെന്നും നിശ്ചയിച്ചതിനാൽ അജഗരവൃത്തിയെ അംഗീകരിച്ച് ഒരു സ്ഥാനത്തിൽ തന്നെ ശയിച്ചു. പ്രാരബ്ധാനുസരണം ആരാനും ഏതാനും കൊണ്ടുവന്ന് സമീപത്ത് വെച്ചാൽ ബഹിർവൃത്തിക്കുണ്ടാകുന്ന സമയം ആ നിലയിൽ കിടന്നു തന്നെ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ കടിച്ചു തിന്നുകയോ ചെയ്യും. മലമൂത്രങ്ങളും ആ നിലയിൽ തന്നെ വിസർജിക്കും. അതിൽ തന്നെ കിടന്നു ഉരുളും.
ആ മലിന പദാർത്ഥങ്ങൾ ശരീരത്തിൽ 4 ഭാഗത്തും പറ്റിയിരിക്കും. ഈ മാതിരി യോഗചര്യയെ അജകരവൃത്തി എന്ന് പറയുന്നു. മലമ്പാമ്പിൽ ഒരു വലിയ ജാതിക്കാണ് അജകരം എന്ന് പേർ. ആടോ മറ്റോ എതിർച്ചയാ സമീപത്ത് വന്നു ചേർന്നാൽ ആ പാമ്പ് ആ ജീവിയെ ഭക്ഷണ സാധനമായി ഭക്ഷിക്കും. ആടൊക്കെ അത്ര വലിയ സാധനത്തിനും അവർ ഭക്ഷിക്കും. അങ്ങനെയൊന്നും വന്നു ചേർന്നില്ലെങ്കിൽ ഭക്ഷണത്തിനായിട്ട് യാതൊരു പരിശ്രമവും ചെയ്യുകയില്ല. യോഗികൾ മഹാസിദ്ധന്മാരായ ചിലർ ഈ നിലയെ അംഗീകരിക്കാറുണ്ട്. എത്ര വിശന്നാലും അവർ ധർമ്മം ചോദിക്കില്ല. ആരെങ്കിലും മഹാനുഭാവന്മാർ കൊണ്ട് കൊടുത്താൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കില്ല. അങ്ങനെ ആരും മരിച്ചിട്ടുമില്ല. കാരണം എന്താ? അങ്ങനെ മരിക്കില്ല. കാരണം ഇഫ് ദർ ഈസ് എ വേ ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്ന് പറയുന്ന മാതിരി എപ്പോഴെങ്കിലും കുറച്ച് ആഹാരം കിട്ടിയാലും ഒരു 15 ദിവസം വരെയൊക്കെ പട്ടിണി കിടന്നാലും മരിക്കില്ല. 10-16 ദിവസം നിരന്തരമായ കുറച്ചൊക്കെ ബാധിക്കും മരണം. ഇനി 33-ാമത്തെ ശ്ലോകം നോക്കുക. തസ്യഹയ പുരീഷ സുരഭിസൗഗന്ധ്യവായുസ്തം ദേശം ദശയോജനം സമന്താത് സുരഭീം ചകാര. അദ്ദേഹത്തിൻ്റെ പുരീഷത്തിൻ്റെ വാസനയിൽ ലഭിച്ച വാസനയോടുകൂടിയ വായു, അതായത് യോഗീശ്വരന്മാരുടെ മലമൂത്രങ്ങൾക്ക് കൊള്ളരുതാത്ത വാസന ഉണ്ടാവില്ല എന്നാണ് പറയാം. പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ മലമൂത്രങ്ങൾക്ക് കൂടി ചീത്ത വാസന ഉണ്ടാവില്ല. ആ ദേശത്തെ 10 യോജന പര്യന്തം, ഒരു 10 നാഴിക സമുചതുരത്തിലുള്ളവരെ 4 ഭാഗത്തും സുരഭിയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ല ചന്ദനത്തിന് മണം പോലെ, അല്ലെങ്കിൽ നല്ല സുഗന്ധമാണ് അവർക്ക് കിട്ടുക. പക്ഷെ ഇവിടെ സംഗതി മലിനാണ് ഇന്ന് നമ്മുടെ ദൃഷ്ടിയിൽ. ഇതൊക്കെയാണ് ആധ്യാത്മികത്തിൻ്റെ മിഴിവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. എന്താ? ഈ മാതിരി കിടപ്പ് വല്ലാത്ത ബീഭത്സാവസ്ഥയല്ലയോ എന്ന് ശങ്കിക്കേണ്ടെന്നാണ്. കാരണം ആ മഹാന്റെ മലത്തിൽ നിന്ന് പുറപ്പെടുന്ന സൗരഭ്യത്തിൻ്റെ ചേർച്ച നിമിത്തം സുഗന്ധമായി വീശുന്ന കാറ്റ് ആ പ്രദേശത്തിൻ്റെ 10 യോജന ദൂരമുള്ള പര്യന്ത പ്രദേശങ്ങളെ മുഴുവനും സുരഭിലമാക്കി തീർത്തു. ഈ യോഗമഹിമയാകുന്നു. യോഗമഹിമയാകുന്നു. ഇപ്രകാരമുള്ള മഹിമയില്ലാത്തവർ മലമൂത്രങ്ങൾ തന്നെ കിടക്കുന്നത് ബീഭത്സമാണെന്ന് സാരം. യോഗ വൈഭവം ഇല്ലാത്തവർ മലമൂത്രത്തിൽ കടന്ന് ബുദ്ധിമുട്ടുള്ളൂ, അവർ നേരാവില്ല. പ്രദോഷയോ 34. ഏവം ഗോ മൃഗകാകചര്യയാ. ഏവം ഇങ്ങനെ പശുവിൻ്റെയും മാനിൻ്റെയും കാക്കയുടെയും ചര്യയെ വ്രജസംസ്ഥിഷ്ടന്നാസീനശയാന കാകമൃഗഗോചരിതാഭിപതി ഘാതത്യവം ഏഹം ഇതി സ്മാ. പശു, ഇതരങ്ങളായ മാൻ മുതലായ മൃഗങ്ങളെ, കാക്ക, സമ്പ്രദായം, സഞ്ചരിക്കുന്നവർ, സ്ഥിതി ചെയ്യുന്നവർ, ഇരിക്കുന്നവർ, കിടക്കുന്നവർ, കാക്ക, മൃഗം, പശു ഇവയെ പോലെ വ്യാപരിക്കുന്നവരായിട്ട് കുടിക്കുന്നു, തിന്നുന്നു, വിസർജിക്കുന്നു. വേറെ ചില ആൾക്കാർ യോഗസിദ്ധി ഇല്ലാത്തവരെ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നു. കേവലം അജകരവൃത്തിയെ മാത്രമല്ല സ്വീകരിച്ചത്. ആ മാതിരി തന്നെ ചിലപ്പോൾ പശു, മറ്റു ചിലപ്പോൾ മാൻ മുതലായ മൃഗം, കാക്ക എന്നിവയെപ്പോലെ സഞ്ചരിക്കുകയും നിൽക്കുകയും ഇരിക്കുകയും കിടക്കുകയും ചെയ്യുകയും അവയെപ്പോലെ തിന്നുകയും കുടിക്കുകയും വിസർജിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഏതേത് വിധമായാൽ ജനങ്ങൾ തന്നെ മനസ്സിരുത്തി കഴിയില്ലയോ, യോഗത്തിന് വിഘ്നം വരികയില്ലയോ, ആ നിലയിൽ കഴിച്ചുകൂട്ടി. അതായത് ഇപ്പം ഇദ്ദേഹം ഋഷഭദേവനാണ് എന്നുള്ള രീതിയിൽ അസാമാന്യ പ്രതിഭയോടുകൂടി ആയാൽ ആൾക്കാർക്ക് തിരിച്ചറിയും. അപ്പം എല്ലാവരും വന്ന് നമസ്കരിക്കും. ഇത് എല്ലാവരാലും വെറുക്കപ്പെടുന്ന രീതിയിൽ പെരുമാറാൻ കാരണം എന്താ? ഇദ്ദേഹത്തിനെ ആരും അറിയരുത്. അപ്പോൾ അദ്ദേഹത്തിന്
ഏകമായിരുന്ന ഈശ്വരനെ ഏകഭാവത്തിൽ കണ്ട് നിർവൃതി നേടാം. ഇതാണ് കാര്യം. ഇനി അതിൽ അവസാനത്തെ ശ്ലോകം 35 പ്രോസ് മാതിരിയാണ്, ശ്രദ്ധിക്കുക. ഇതി നാനായോഗചര്യാചരണോ ഭഗവാൻ കൈവല്യപതിർഷഭോ അവിരത പരമമഹാനന്ദാനുഭവ ആത്മനി സർവേഷാം ഭൂതാനാം ആത്മഭൂതേ ഭഗവതി വാസുദേവാം ആത്മനോ അവ്യവധാന അനന്തരോദരഭാവേന സിദ്ധസമസ്താർത്ഥപരിപൂർണോ യോഗൈശ്വര്യാണി വൈഹായ സമനോജാവന്തർധാനപരകായ പ്രവേശദൂരഗ്രഹണാദീനി യദൃശ്യോപഗതാനി ന അഞ്ജസാ നൃപാഹൃദയേന അഭ്യനന്ദത്. ഒന്നും ഹൃദയം കൊണ്ട് അഭിനന്ദിച്ചില്ല എന്ന് പറഞ്ഞു. എന്താ ഇപ്രകാരം അനേക യോഗ സമ്പ്രദായത്തെ ആചരിച്ച മോക്ഷപ്രദനും ജ്ഞാനപൂർണനുമായ ഋഷഭൻ ആത്മാവിൽ ഇടവിടാതെ ഉത്കൃഷ്ടവും മഹത്വമായ ആനന്ദത്തിൻ്റെ അനുഭവത്തോടു കൂടിയവനായിട്ട് സകല ഭൂതങ്ങളുടെയും ആത്മാവായിരിക്കുന്ന ഭഗവാനായ വാസുദേവനിൽ ആത്മാവിൻ്റെ അവ്യവധാന അനന്തരോദര ഭാവേന മറവി കാരണമായ ദേഹോപാധിയുടെ അഭാവം നിമിത്തം സിദ്ധിച്ചിരിക്കുന്ന സകല പദാർത്ഥ പരിപൂർണനായിട്ട് ആകാശഗമനം, മനോവേഗം, മറവ്, അന്യശരീരത്തിൽ പ്രവേശിക്കുക, ദൂരെയുള്ളവരെ അറിയുക, ദൂരെയുള്ള ശബ്ദം കേൾക്കുക എന്നിങ്ങനെയുള്ള യോഗ ഐശ്വര്യങ്ങളെ സങ്കൽപ്പിക്കാതെ തന്നെ സമീപത്ത് വന്നിരിക്കുന്നവയെ ഹേ രാജാവേ സത്യമായിട്ടും ഹൃദയത്താൽ അഭിനന്ദിച്ചില്ല. അതായത് ബുദ്ധിയുള്ളവൻ്റെ അഭിനന്ദനവും ബുദ്ധിയില്ലാത്തവൻ്റെ അഭിനന്ദനം. ബുദ്ധിയില്ലാത്തവൻ അഭിനന്ദിക്കാൻ അറിയില്ല അവന്, പിന്നെ അതിലെങ്ങനെ നമ്മൾ ആകൃഷ്ടരാവുക? ഇനി ഇതിൻ്റെ ഭാവാർത്ഥം എന്താ പറഞ്ഞത്? ഇപ്രകാരം ജ്ഞാനസ്വരൂപനും ഭക്തന്മാർക്ക് കൈവല്യം നൽകുന്ന മഹാപ്രഭുവുമായ ഋഷഭദേവൻ നാനായോഗ സമ്പ്രദായങ്ങളെ ആചരിച്ചു. ലോകയാത്രയിൽ നേരിടുന്ന കഷ്ടങ്ങളെ പരിഹരിപ്പാൻ യോഗികൾ ഈ വിധം ചെയ്യുവാൻ സാധ്യമാണെന്ന് കാട്ടുക മാത്രമേ ഇതിൽ ഭഗവാന് ഉദ്ദേശമുള്ളൂ. പരമാർത്ഥത്തിൽ ഭഗവാൻ ഉത്തരോത്തരം ശതഗുണത്തോടുകൂടിയ ബ്രഹ്മാനന്ദത്തിൽ നിമഗ്നനും സകല ചരാചരങ്ങളുടെയും ആത്മാവായിരിക്കുന്ന ജ്ഞാനസ്വരൂപനും ഭഗവാനുമായ വാസുദേവനിൽ നിന്ന് ഭിന്നമല്ലാതെ കണ്ടാകയാൽ ഇതരന്മാരുടെ ശരീരമെന്ന പോലെ തൻ്റെ ശരീരമാകുന്ന ഉപാധി പരമാനന്ദാനുഭവത്തിൽ വിരോധയല്ലാത്തതിനാൽ ആകാശഗമനം മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ദിക്കിൽ തൽക്ഷണം ശരീരത്തോടു കൂടി പ്രവേശം, ആർക്കും കാണാൻ കഴിയാത്ത നിലയിൽ ഇരിപ്പ്, സ്വശരീരത്തെ മനസ്സാ ഉപേക്ഷിച്ച ശരീരത്തിൽ പ്രവേശം, ദൂരെയുള്ള ശബ്ദം കേൾക്കുക, പദാർത്ഥങ്ങളെ കാണുക മുതലായ സിദ്ധികൾ ആഗ്രഹിക്കാതെ തന്നെ സമീപത്ത് വന്നു ചേരുന്നത് യോഗത്തിൻ്റെ പ്രഭാവമാകുന്നു. ആ വക സിദ്ധികളെ ഭഗവാൻ ഹൃദയത്താൽ അഭിനന്ദിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അഭിനന്ദിച്ചത് മാത്രമേ നടക്കുള്ളൂ, മറ്റത് നടക്കില്ല. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ സ്വരൂപസ്ഥിതി പ്രകരണേ ഋഷഭദേവചരിതേ ജ്ഞാനനിരൂപണം നാമ പഞ്ചമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും അവരവരുടെ
കർമ്മഫലമനുസരിച്ചിട്ടുള്ള ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാ കാലത്തെയും എല്ലാ സമയത്തിലുള്ള സങ്കല്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് തന്നെ ആയിരിക്കണം എന്നുള്ള പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.